അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരു 2-3 മിനിറ്റ് ഇൻഷാ അല്ലാഹ് നിങ്ങളിത് കേൾക്കണം. ആരും തന്നെ സ്ക്രോൾ ചെയ്ത് പോവാതെ മുഴുവനായും കേൾക്കുക. നമുക്കറിയാം, നിലവിലുള്ള ഇന്നത്തെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ നമ്മുടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ് നമ്മൾ കേൾക്കണം. സൗബാൻ റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വിശന്നവർ ഒരു ഭക്ഷണത്തടികൾക്ക് ചുറ്റും വന്നുകൂടുന്നത് പോലെ മറ്റു സമുദായങ്ങൾ നിങ്ങൾക്കെതിരെ പരസ്പരം വിളിച്ചു കൂട്ടുന്ന ഒരു കാലം വരാനിരിക്കുന്നു. അപ്പോൾ ഒരാൾ ചോദിച്ചു, അന്ന് ഞങ്ങൾ എണ്ണത്തിൽ കുറവായത് കൊണ്ടാണോ നബിയെ അങ്ങനെ സംഭവിക്കുന്നത്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ല, അന്ന് നിങ്ങൾ എണ്ണത്തിൽ ധാരാളം ഉണ്ടായിരിക്കും, പക്ഷേ മലവെള്ളപ്പാച്ചിലിലെ നുരയും പതയും ചവറുകളും പോലെയായിരിക്കും നിങ്ങൾ. അഥവാ ശത്രുക്കളുടെ ഹൃദയങ്ങളിൽ നിന്ന് നിങ്ങളെക്കുറിച്ചുള്ള ഭയം അള്ളാഹു എടുത്തു മാറ്റുകയും നിങ്ങളുടെ ഹൃദയങ്ങളിൽ അവൻ വഹന് അഥവാ ദൗർബല്യം ഇട്ടുകൊടുക്കുകയും ചെയ്യും. അപ്പോൾ ഒരാൾ ചോദിച്ചു, അള്ളാഹുവിൻ്റെ ദൂതരെ, എന്താണ് വഹൻ? അപ്പോൾ അവിടുന്ന് മറുപടി പറഞ്ഞു, ദുനിയാവിനോടുള്ള അമിതമായ സ്നേഹവും മരണത്തോടുള്ള വെറുപ്പും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. സഹോദരങ്ങളെ, 1400 വർഷങ്ങൾക്ക് മുമ്പ് മരുഭൂമിയിൽ വെച്ച് പ്രവാചകൻ പറഞ്ഞ വാക്കുകൾ ഇന്ന് യാഥാർത്ഥ്യമായിരിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ ചുറ്റും സംഭവിക്കുന്നത് പോലെ നമുക്ക് തോന്നുന്നില്ലേ? ഇന്ന് പശ്ചിമേഷ്യയുടെ ആകാശത്ത് മിസൈലുകൾ ചീറിപ്പായുമ്പോൾ ലോകത്തെ വൻ ശക്തികൾ അവിടെ നീചമായ ആക്രമണങ്ങൾ അയച്ചുവിടുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു ഹദീസാണിത്. പ്രവാചകൻ പറഞ്ഞ ആ തീന്മേശ ഇന്നത്തെ മിഡിൽ ഈസ്റ്റ് തന്നെയാണ്. വിശന്നു വലഞ്ഞവർ ഒരു ബിരിയാണി ചെമ്പിന് ചുറ്റും വന്നിരുന്ന് അത് പിച്ച് ചീന്തിയെടുക്കുന്നത് പോലെ അവിടുത്തെ എണ്ണയും സമ്പത്തും അധികാരവും പങ്കിട്ടെടുക്കുമ്പോൾ ലോകശക്തികൾ അതിനുവേണ്ടി മത്സരിക്കുകയാണ്. മനുഷ്യൻ്റെ ചോരയ്ക്ക് അവിടെ ഒരു വിലയുമില്ലാതെ ആയിരിക്കുന്നു. അന്ന് ആ സ്വഹാബി ചോദിച്ച ഒരു ചോദ്യമുണ്ട്, നബിയെ, ഞങ്ങളെ ഇങ്ങനെ മറ്റുള്ളവർ കൊത്തിവലിക്കുന്നത് അന്ന് ഞങ്ങൾക്ക് ആളില്ലാത്തത് കൊണ്ടാണോ? അപ്പോൾ അതിന് പ്രവാചകൻ നൽകിയ മറുപടി നമ്മെ ഇരുത്തി ചിന്തിപ്പിക്കണം. അല്ല മക്കളെ, അന്ന് നിങ്ങൾക്ക് ആളില്ലാഞ്ഞിട്ടല്ല. ലോകത്തിൻ്റെ മുക്കും മൂലകളിൽ നിങ്ങൾ കോടിക്കണക്കിനുണ്ടാകും. പക്ഷേ ഒരു വലിയ മലവെള്ളപ്പാച്ചിൽ വരുമ്പോൾ അതിനു മുകളിൽ കുറേ നുരയും പതയും ചവറുകളും ഒഴുകി നടക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ? കാറ്റൊന്ന് വീശിയാൽ പറന്നു പോകുന്ന വെറും പത, അതുപോലെ ആയിരിക്കും നിങ്ങൾ. എന്തൊരു വലിയ സത്യമാണിത്!